ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്നൊരു ഈവനിങ് വ്ലോഗാണ്. ഇച്ചിരി ഞാൻ മാത്രമായിട്ടുള്ളൊരു ദിവസമാണ്. അപ്പോൾ ഈവനിങ് ആയപ്പോഴത്തേക്കും ഞാൻ അവന് ബൂസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുവാണ്. എനിക്കെന്തോ ഒരു തലവേദന പോലെ, അപ്പോൾ ഒരു ചായ ഇട്ട് കുടിച്ചേക്കാൻ നിർത്തപ്പോൾ മോന് ബൂസ്റ്റും കൂടെ എടുത്താണ്. ഡെയിലി അങ്ങനെ ചായ കോഫി പതിവൊന്നും നമുക്കില്ലേ. അങ്ങനെ എനിക്കുള്ള ചായയും എടുത്ത് ഞാൻ അവനുള്ള ബൂസ്റ്റ് കൊണ്ടുപോയി കൊടുക്കുവാണ്. ഞാൻ അവനുള്ള ബൂസ്റ്റ് കൊടുത്തതിന് ശേഷം എൻ്റെ ചായ ആയിട്ട് വന്ന സമയത്തിന് അവിടെ അത് കമത്തിയിട്ടിട്ടുണ്ട്. എന്നോട് പറയുക സോറി മമ്മ, അറിയാതെ പറ്റിപ്പോയതാണ്. ഈ ഒരു ട്രേ ഫുള്ള് അവൻ്റെ കളിപ്പാട്ടം എന്ന് പറയുമ്പോൾ പാർട്സ് മാത്രമേ ഉള്ളൂ. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് മുട്ട എന്നാ മുട്ട കോഴിമുട്ട. കോഴിമുട്ട കൊണ്ട് എന്നാ ഉണ്ടാക്കാൻ പോകുന്നത്? ഉള്ളിയിട്ട് ഇങ്ങനെ ഇളക്കണം. ഒക്കെ ഇട്ട് ഇച്ചിരി മിക്സ് ചെയ്ത് ഓണാക്കിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത വീഡിയോ ആകുമ്പോൾ എത്ര നേരം എന്ന് പറഞ്ഞിട്ട് ഒറ്റയ്ക്കിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്ന് ഞാൻ കുക്കിങ്ങിന് കിച്ചണിലേക്ക് വന്നപ്പോൾ അവനെ കൂടെ കൂട്ടിയതാണ്. ഇന്ന് വലിയ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കുന്നൊന്നുമില്ല. ഇതൊരു കഞ്ഞിക്കുട്ടനാണ്. എന്ത് കറി ഉണ്ടാക്കിയാലും പുള്ളി കഴിക്കത്തൊന്നുമില്ല. കഞ്ഞിയാണെങ്കിൽ വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് കഞ്ഞിക്ക് കറിയായിട്ട് പയറുണ്ടാക്കിയിട്ടും വലിയ കാര്യമൊന്നുമില്ല, കഴിക്കത്തില്ല. അപ്പോൾ ഞാൻ മുട്ട ഇങ്ങനെ തക്കാളി ഉള്ളിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ വാട്ടിയെടുക്കുമല്ലോ. അപ്പോഴത്തേക്കിങ്ങനെ കഞ്ഞി സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ മുട്ടയും പൊട്ടിച്ച് വെച്ച് ഒന്ന് ചിക്കി എടുത്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പിൽ കയറ്റി ഇരുത്തിയാൽ എല്ലാം പുള്ളിക്ക് ചെയ്യണം. മസാല ഇടണം, എണ്ണ ഒഴിക്കണം. പിന്നെ ഡെയിലി ഒന്നും ഞാൻ സമ്മതിക്കത്തൊന്നുമില്ല. ഇടയ്ക്കൊക്കെ ഞാനും ഇങ്ങനെ സമ്മതിക്കും. അവനും എനിക്കും ബോറടിയാണല്ലോ ഒറ്റയ്ക്ക് ഇരുന്നിട്ട്. അപ്പോഴത്തേക്ക് ഇതേ മുട്ടയൊക്കെ സെറ്റായി വന്നിട്ട് കഞ്ഞിയൊക്കെ ഞാൻ തണുപ്പിക്കാനായിട്ട് നേരത്തെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് അവന് കഞ്ഞി കോരി കൊടുക്കുവാണ്. കഞ്ഞി ആകുമ്പോഴത്തേക്കും വലിയ വാശിയൊന്നും ഇല്ലാതെ പുള്ളിയങ്ങ് കുടിച്ചോളും. പിന്നെ രാത്രി കഞ്ഞി കുടിക്കുന്നത് നല്ല സുഖമാണല്ലോ വയറിന്. പിന്നെ ഇന്ന് വലിയ പാചകമൊന്നും ഇല്ലാത്തത് കൊണ്ട് ക്ലീനിങ്ങും വളരെ കുറവാണ്. കഞ്ഞിയും മുട്ടയും മാത്രമല്ലേ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് വേഗം ആ പാത്രമൊക്കെ ഞാൻ കഴുകിയെടുത്തു. എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ പാത്രം കഴുകൽ എനിക്ക് ഒട്ടും പറ്റത്തില്ല. പിന്നെ വേറെ ആരും കഴുകാനില്ലല്ലോ, ഞാൻ തന്നെ കഴുകി വെക്കണ്ടേ എന്ന് ഓർത്തിട്ട് ഞാൻ കഴുകി വെക്കുവാണ്. അങ്ങനെ സിങ്കും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നേരെ റൂമിലേക്ക് പോവാണ്. ഇനി അവനെ ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് വേണം കിടത്താനായിട്ട്. ഇപ്പോൾ ഈ റൂം കണ്ടില്ലേ, നല്ല ക്ലീനായിട്ട് കിടക്കുമല്ലോ. ഒരു അരമണിക്കൂറിനുള്ളിൽ ഈ റൂമിൻ്റെ ബെഡ്ഷീറ്റ് എല്ലാം ചുരുട്ടിക്കൂട്ടി ഒരു പരവുമാക്കും. ഇത് ഈ കുരിപ്പ് ഇപ്പം കട്ടലിൽ പിടിച്ച് എന്തൊക്കെയോ കളിയാണ്. ഇപ്പം സമയം ഏകദേശം ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇക്ക വരെ ലേറ്റ് ആവും, കിടന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങ് കിടക്കുവാണ്. ഇക്ക ചെന്നൈയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഈ ഒരു 2 പില്ലോ കൊണ്ട് ഇതിൻ്റെ പോരാളിയുടെ സൃഷ്ടിയാണ്. ഇതിൻ്റെ ഫുള്ള് പഞ്ഞിയാണ്. ഒത്തിരി മണിക്കൂറെടുത്ത് ഉണ്ടാക്കിയതാണ്. ഇത് ഞാൻ പറഞ്ഞ് തീർന്നില്ല. അതിനിപ്പുറം ബെഡിലേക്ക് കയറി. ഇനി അവനെ ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് ഞങ്ങൾ കിടക്കാൻ പോവാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്. അടുത്ത വീഡിയോയുടെ വരുന്ന നമ്പർ ടാറ്റ.